Hi dear students, good morning. കഴിഞ്ഞ ക്ലാസ്സിലെ ഹാർഡ്വെയർസിനെ കുറിച്ചിട്ടാണ് നാം പറഞ്ഞത്. അതിൻ്റെ ബാക്കിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഹാർഡ്വെയർസ് പറയുമ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, CPU, സ്റ്റോറേജ് ഡിവൈസസ് ആണ് പറഞ്ഞത്. അതിൽ ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും CPU നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി അടുത്തത് സ്റ്റോറേജ് ഡിവൈസാണ്. എന്താണ് സ്റ്റോറേജ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ? ആ പേര് നമുക്കറിയുന്നത് തന്നെയാണ്, ആ പേരിൽ തന്നെ ഉണ്ട്. ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന ഡിവൈസുകളെയാണ് സ്റ്റോറേജ് ഡിവൈസസ് എന്ന് പറയുന്നത്. സ്റ്റോറേജ് ഡിവൈസസ് നമുക്കെപ്പോൾ വീണ്ടും അത് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്റ്റോറേജ് ഡിവൈസസ് എന്ന് പറയുന്നത്. A storage device is a kind of hardware which is also known as storage medium, digital storage media that has the ability to store information either temporary or permanently. സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ളൊരു ഹാർഡ്വെയർ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹാർഡ്വെയറിൽ പറയാൻ കാരണം. അതുകൊണ്ട് തന്നെ അതിനെ സ്റ്റോറേജ് എന്ന് പറയാറുണ്ട്, സ്റ്റോറേജ് മീഡിയം പറയാറുണ്ട്, ഡിജിറ്റൽ സ്റ്റോറേജ് എന്ന് പറയാറുണ്ട്. അങ്ങനെ പല തരത്തിൽ നമ്മൾ പറയാറുണ്ട്. സ്റ്റോറേജ് മീഡിയം എന്ന് പറയുമ്പോൾ ഒന്ന് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതും ഉണ്ട്, പെർമനൻ്റ് ആയിട്ട് സ്റ്റോറേജ് ഉണ്ട്. അതായത് സ്ഥിരമായിട്ട് അതിൻ്റെ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കുക. മറ്റേത് എന്താണ്, ആവശ്യാനുസരണം അതായത് പെർമനൻ്റ് ആയിട്ട് അല്ലാത്തത്, ടെമ്പററി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ടാവും, പിന്നെ ഉണ്ടാവില്ല. അങ്ങനത്തെ രണ്ട് തരത്തിലുള്ള സ്റ്റോറേജ് ഡിവൈസുകളുണ്ട്. Generally, it is used to hold, port and extract data files. It can be used either internally or externally to a computer system, server or any comparable computing devices to hold information. ഈ സ്റ്റോറേജ് ഡിവൈസസ് ഒന്നുകിൽ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്ത് വെക്കുന്ന തരത്തിലുള്ള സ്റ്റോറേജ് ഡിവൈസുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഹാർഡ് ഡ്രൈവൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അല്ലാതെ പുറത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്, അപ്പോൾ CD, പെൻ ഡ്രൈവ് പോലുള്ള അങ്ങനെയുള്ള ഡിവൈസുകളുണ്ട്. അത് രണ്ട് തരത്തിൽ ഇൻറ്റേർണലായിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്, എക്സ്റ്റേണലായിട്ട് സ്റ്റോർ ചെയ്തതുള്ള ഡിവൈസുകൾ ഉണ്ട്. ഫോർ any computing device, a storage device is one of the core components that is available in several structures and sizes on the basis of requirements and functionality. അതിൻ്റെ റിക്വയർമെൻറ്റ്സും ഫങ്ഷനും, അതായത് അതിൻ്റെ യൂസും അതിൻ്റെ സൈസും അങ്ങനെയെല്ലാം വെച്ചുകൊണ്ട് പലതരത്തിലുള്ള സ്റ്റോറേജ് ഡിവൈസുകളുണ്ട്. കാരണം CD ഒരു ഷേപ്പിൽ, ഫ്ലോപ്പി, പെൻ ഡ്രൈവ്, അങ്ങനെ പല തരത്തിൽ പല സൈസിൽ അതിൻ്റെ ഫങ്ഷൻ അനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങളുള്ള പല തരത്തിലുള്ള സ്റ്റോറേജ് ഡിവൈസുകൾ അവൈലബിൾ ആണ്. കമ്പ്യൂട്ടർ ഡിവൈസ് ഇൻക്ലൂഡ്സ് ഡിഫറെൻറ്റ് സ്റ്റോറേജ് മീഡിയ സച്ച് ആസ് ഹാർഡ് ഡിസ്ക്, RAM, cache. They also have optical disk drivers and externally connected USB drives. Two types of storage devices, primary and secondary, are available there to store data. കമ്പ്യൂട്ടർ ഡിവൈസിൽ പലതരത്തിലുള്ള സ്റ്റോറേജ് മീഡിയാസ് ഉണ്ടാണ്. ഹാർഡ് ഡിസ്ക് ഉണ്ട്, RAM, ക്യാഷ്. ഈ ഹാർഡ് ഡിസ്ക് ആയാലും RAM ആയാലും ROM ആയാലും ക്യാഷ് ആയാലും എല്ലാം തന്നെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലുള്ള സ്റ്റോറേജാണ് പ്രൈമറി ആയിട്ട് വരുന്നത്. അതേസമയം എക്സ്റ്റേണലായിട്ട് USB വഴി കണക്ട് ചെയ്യുന്ന, USB ഡ്രൈവ് വഴി കണക്ട് ചെയ്യുന്ന ഫ്ലോപ്പി, CD, പെൻ ഡ്രൈവ്, അങ്ങനെയുള്ള പലതും ഉണ്ട്. അത് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസുകളാണ്. പ്രൈമറി സ്റ്റോറേജ് ഡിവൈസും ഉണ്ട്, സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസും ഉണ്ട്. എന്താണ് പ്രൈമറി സ്റ്റോറേജ് ഡിവൈസസ്? There are fit internally to the computer and very fast in terms of accessing data files. അതായത് കമ്പ്യൂട്ടറിൻ ഉള്ളിൽ തന്നെ നിലനിന്നുകൊണ്ട് പെട്ടെന്ന് ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യുന്ന താൽക്കാലികമായ സ്റ്റോറേജ് ഡിവൈസുകളെയാണ് പ്രൈമറി സ്റ്റോറേജ് ഡിവൈസസ് പറയുമ്പോൾ. ഞാൻ നേരത്തെ പറഞ്ഞ RAM, ROM, ക്യാഷ്, ഇതൊക്കെ തന്നെ പ്രൈമറി സ്റ്റോറേജിന് എക്സാമ്പിൾസാണ്. അതേസമയം സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുമ്പോൾ
അതിലാണ് നമ്മൾ പറയുന്ന ഫ്ലോപ്പി, ഹാർഡ് ഡിസ്ക് എന്ന കാര്യങ്ങളൊക്കെ. സോറി, ഹാർഡ് ഡിസ്ക് അല്ല, ഫ്ലോപ്പി, CD, പെൻ ഡ്രൈവ് എന്നെല്ലാം അതിലാണ് ഉൾപ്പെടുന്നത്. ഇനി എന്താണ് റോം? നമ്മൾ പ്രൈമറി ഡിവൈസസ് പറഞ്ഞപ്പോൾ അതിൽ എക്സാമ്പിൾ പറഞ്ഞാണ് റാം, റോം, ക്യാഷ്. എന്താണ് റോം? റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറിയാണ്. ആ മെമ്മറിക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല, അത് റീഡ് ചെയ്യാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. റോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീഡ് ഓൺലി മെമ്മറി. റീഡ് ഓൺലി മെമ്മറി പറയുന്നത് പ്രൈമറി മെമ്മറിയാണ്. അത് ഒരിക്കലും നമുക്ക് ആ മെമ്മറി ഒരിക്കലും ചേഞ്ചുകൾ വരുത്താൻ കഴിയില്ല. അങ്ങനെ സേവ് ആയിട്ടുള്ളൊരു കാര്യത്തിൽ ഒരിക്കലും ചേഞ്ച് വരുത്താൻ കഴിയില്ല. നമുക്ക് ജസ്റ്റ് റീഡ് ചെയ്യാം, അത്ര മാത്രമേ കഴിയുള്ളൂ. അത്ര മെമ്മറിയാണ് റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ അടുത്ത റാമാണ്, റാൻഡം ആക്സസ് മെമ്മറി. റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് പവർ ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ ഓഫായി പോയാൽ വീണ്ടും നമുക്ക് ഗെയിൻ ചെയ്യാൻ കഴിയില്ല, പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ കഴിയില്ല. അത്തരത്തിലുള്ള മെമ്മറിയാണ് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള മെമ്മറിയാണ്, കമ്പാരിറ്റീവ്ലി എക്സ്പെൻസീവ് ആണ്. എക്സ്പെൻസ് കൂടിയിട്ടുള്ള ഒരു മെമ്മറിയാണ് റാൻഡം ആക്സസ് മെമ്മറി അറിയുമ്പോൾ. ഇതാണ് അതിൻ്റെ ഫിഗർ. പിന്നെ അടുത്തത് ക്യാഷ് മെമ്മറിയാണ്. ക്യാഷ് മെമ്മറിയും ഒരു പ്രൈമറി മെമ്മറിയാണ്. ക്യാഷ് മെമ്മറിയിൽ ക്യാഷ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ആർ ഫ്രീക്വൻ്റ്ലി റിക്വയർഡ് ബൈ ദ CPU. So it does not have to search them in main memory. This is a small memory that is also very fast. ക്യാഷ് മെമ്മറി വളരെ ചെറിയ മെമ്മറിയാണ്, പക്ഷെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളതാണ്. അതിനൊരുപാട് സ്റ്റോറേജ് സ്പേസ് വേണം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഫോണിലൊക്കെ ഉണ്ടാവും ക്യാഷ് മെമ്മറി ഇൻഫർമേഷൻസ് ലോഡാകുമ്പോൾ ക്യാഷ് മെമ്മറിയാണ് നമ്മളധികം ഡിലീറ്റ് ചെയ്യാറ്. ദിസ് ഈസ് എ സ്മോൾ മെമ്മറി ദാറ്റ് ഈസ് ഓൾസോ വെരി ഫാസ്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രൈമറി മെമ്മറിയിൽ പറയുന്നത്. സെക്കൻഡറി മെമ്മറി അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.